നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. രാജ്യം ഇനി അങ്ങോട്ട് അഭിമുഖീകരിക്കാൻ പോകുന്നത് ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭമായിരിക്കും എന്നതിൽ സംശയമില്ല. 8 തവണ ED നോട്ടീസ് കൈപ്പറ്റിയിട്ടും ഹാജരാവാത്ത കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിലൂടെ ഈ രാജ്യത്തെ ഫാസിസം എത്രത്തോളം തീവ്രമായി വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ് എന്നാണ് കൃത്യമായി ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് വഴി ഡൽഹിയിലെ പ്രതിഷേധം കനത്തിരിക്കുന്നു. എല്ലാ രീതിയിലും പോലീസ് സംവിധാനം കടുപ്പിച്ചിരിക്കുന്നു, സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു. ആകപ്പാടെ ഡൽഹിയിൽ ആം ആദ്മി പ്രവർത്തകരുടെ ഒരു വലിയ നിര തന്നെ നമുക്ക് കാണാൻ കഴിയും. സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ നീക്കമാണിപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യം. ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറായ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഇന്ത്യയിൽ തന്നെ വലിയ പ്രകമ്പനം കൊള്ളിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കോൺഗ്രസ് നേതാക്കൾ ശക്തമായി തന്നെ രംഗത്ത് വരുന്നു. ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഇതിനോടകം തന്നെ സുപ്രീം കോടതിയിലേക്ക് നീങ്ങാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഉടനടി ഹർജി നൽകും, അതും ഇന്ന് തന്നെ പരിഗണിക്കണമെന്ന രീതിയിലേക്ക് പ്രത്യേകമായിട്ടുള്ള നീക്കം. ആം ആദ്മിയുടെ അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ കോൺഗ്രസും പങ്കുചേരുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് നേതാക്കൾ രാപ്പകലില്ലാതെ ആം ആദ്മിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു. നമുക്കറിയാം, കെജ്രിവാളിൻ്റെ രാഷ്ട്രീയ നീക്കം എന്ന് പറയുന്നത് ഒരു രീതിയിലും പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ കേന്ദ്രത്തിനോ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രമേൽ ജനകീയ പിന്തുണയുമായി രംഗത്ത് വരികയാണ്. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയ നീക്കത്തെ ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്ത കേന്ദ്രത്തിന് ഇതല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസ് സഖ്യം ചേർന്നതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ കെജ്രിവാളിനെ വേട്ടയാടാൻ തുടങ്ങിയിരുന്നതാണ്. ആം ആദ്മി പാർട്ടി എന്നു മുതലാണോ കോൺഗ്രസിൻ്റെ ഈ വിശാല ബ്ലോക്കിൽ ഉൾപ്പെട്ടത്, അന്നു മുതൽ തന്നെ കെജ്രിവാളിനെ ഇങ്ങനെ നോട്ടപ്പുള്ളിയാക്കി വെച്ചിരിക്കുകയായിരുന്നു. കെജ്രിവാൾ ഒരു കൂസലുമില്ലാതെ തന്നെ ഇഡിക്കെതിരെ നിർഭയം നിന്ന് പോരാടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര മന്ത്രാലയത്തിൻ്റെ വെറും കളിപ്പാവകളായി മാറുന്ന ചരിത്ര നിമിഷത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ കെജ്രിവാളിൻ്റെ അറസ്റ്റോടുകൂടി ഒരു കാര്യം വ്യക്തമാകുന്നു: ഈ രാജ്യത്തെ സംവിധാനം മുഴുവൻ കൃത്യമായും തങ്ങളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കേന്ദ്ര സർക്കാരിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് കൃത്യമായി നിശ്ചിതമായി തന്നെ പറയാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം. കെജ്രിവാളിൻ്റെ അറസ്റ്റോടുകൂടി ഈ രാജ്യത്തുള്ള മതേതര മുന്നണി അതിശക്തമായി തന്നെ നീങ്ങുന്നു. അതിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് കോൺഗ്രസ് നേതാവായ KC വേണുഗോപാൽ ഇതിനോടകം തന്നെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. AICCയുടെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെ അല്പസമയത്തിനകം ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തും എന്നുള്ളത് വിശദമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഖാർഗെ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ പറഞ്ഞിരുന്നത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്താൽ ഞങ്ങൾ പോരാട്ടം കടുപ്പിക്കും എന്ന് തന്നെയാണ്. അതിലേക്ക് തന്നെയാണ് ഇനി നീങ്ങാൻ പോകുന്നത്.